എന്തുകൊണ്ടാണ് മെഡിക്കൽ കോഡിംഗ് കരിയർ CPCയിൽ ആരംഭിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, പഠിക്കാനും എടുക്കാനും ഏറ്റവും എളുപ്പമുള്ള സർട്ടിഫിക്കേഷൻ. മെഡിക്കൽ കോഡിംഗ് കരിയർ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാലോ, CPC എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ വരുന്നത് APC രണ്ടറിലാണ്. APC രണ്ടറിൽ വേറെയും സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. CIC ഉണ്ട്, CPMA ഉണ്ട്, CRC ഉണ്ട്, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ APC പോലെ തന്നെ മറ്റൊരു ഇൻ്റർനാഷണൽ ബോർഡാണ് AHIMA എന്ന് പറയുന്നത്, അമേരിക്കൻ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ. ഇതിൻ്റെ അണ്ടറിലും CCS ഉണ്ട്, അതിൽ CCA ഉണ്ട്, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് വേറെയും. നമ്മുടെ മെഡിക്കൽ കോഡിംഗ് കരിയർ ജേണി മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് എത്ര സർട്ടിഫിക്കറ്റ്സ് വേണമെങ്കിലും എന്ത് ചെയ്യാം, ആഡ് ഓൺ ചെയ്യാം. നീഡ് അനുസരിച്ച് നമ്മൾ കരിയർ ആരംഭിച്ചിട്ടുള്ള CPC ഇനഫാണ് ഒരു സീനിയർ കോഡർ ആവാൻ, അല്ലെങ്കിൽ ഒരു TL ആവാൻ, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി അനലിസ്റ്റ് ആവാൻ, അല്ലെങ്കിൽ ഒരു സീനിയർ മാനേജർ ആവാൻ, അല്ലെങ്കിൽ മാനേജർ ആവാൻ CPC സർട്ടിഫിക്കേഷൻ ഇനഫാണ്. റിമൈനിങ് സർട്ടിഫിക്കേഷൻസ് ആഡ് ഓൺ ചെയ്യുന്നത് നമ്മുടെ കരിയർ ജേണിയിൽ മുന്നോട്ടേക്കുള്ള ആ ഒരു ജേണി പോകുന്നതിനനുസരിച്ച് നമ്മൾ നീഡ് അനുസരിച്ചാണ് എന്ത് ചെയ്യുക, സർട്ടിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ഓൺ ചെയ്യുക. സോ അപ്പോൾ പറഞ്ഞല്ലോ പഠിക്കാൻ ഏറ്റവും എളുപ്പം, ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സർട്ടിഫിക്കേഷനാണ് CPC. ഇതിൽ നമ്മൾ കരിയർ ആരംഭിക്കുന്നു. പിന്നെയുള്ള ഈ ഒരു ജേണിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോഡിംഗ് കരിയറിനെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നു. ഓൾ ദ ബെസ്റ്റ്.